ഡേ 10 ഓഫ് സ്റ്റാർട്ടിംഗ് അഫിനിറ്റി സ്യൂട്ട്സ്. അത് ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടൽ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോ വഴി നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു ഹോട്ടൽ പ്രൊജക്റ്റിന് വേണ്ടിയുള്ള ഫർണിച്ചറുകൾ നമ്മൾ സോഴ്സ് ചെയ്യുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണോ നല്ലത്, റെഡിമെയ്ഡ് മേടിക്കുന്നതാണോ നല്ലത്, ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണോ നല്ലത് എന്നതിനെക്കുറിച്ചുള്ളതാണ്. ഞാൻ ആദ്യമേ പറയട്ടെ, ഞാനത് WBC മറൈൻ പ്ലൈവുഡും വെച്ച് ആണ് ഞാൻ കംപ്ലീറ്റ് ആളെ നിർത്തി ഞാൻ എൻ്റെ ഈ ഒരു ഹോട്ടലിൽ ഇട്ട് തന്നെയാണ് കംപ്ലീറ്റ് ഫർണിച്ചറുകൾ ഞാൻ പണിതെല്ലാം കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും എനിക്കുണ്ടായ ഒരു ഫീൽ എന്ന് പറയുന്നത്, നമുക്ക് അത്യാവശ്യം ഒരു 10 റൂമിൽ മുകളിൽ അല്ലെങ്കിൽ ഒരു 15 റൂമിന് മുകളിലുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നല്ലത് നമ്മൾ ചൈനയിൽ പോയി വിസിറ്റ് ചെയ്ത് നമ്മൾ ഫർണിച്ചറുകൾ മേടിക്കുന്നതായിരിക്കും നല്ലത്. അതെ, നമ്മുടെ ഹോട്ടൽ പ്രൊജക്റ്റിലോട്ട് ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ ശക്തിമാൻ എന്നുള്ള ബ്രാൻഡിൻ്റെ 100% ഗർജൻ മെറ്റീരിയൽ ഉപയോഗിച്ച് പണിതിരിക്കുന്ന മറൈൻ പ്ലൈവുഡാണ്. ഈ 100% ഗർജൻ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള മറൈൻ പ്ലൈവുഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, ഇത് ശക്തിമാൻ എന്നുള്ള ബ്രാൻഡിനെയാണ്. ഏകദേശം 25 തൊട്ട് 30 വർഷം വരെ ഈ കമ്പനി ഗ്യാരണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഈ പീരീഡിൽ എന്ത് പ്രശ്നം വന്നാലും കമ്പനി നമുക്ക് അതിന് റീപ്ലേസ്മെൻറ്റ് തരുന്നതാണ്. കൂടാണ്ട് ഈ ഒരു ടൈപ്പ് മറൈൻ പ്ലൈവുഡ് നമ്മൾ വെള്ളത്തിട്ട് വെച്ചാൽ പോലും അതിന് ചെതലടിക്കുകയോ നശിച്ചു പോവുകയോ ചെയ്യില്ല. അപ്പോൾ എപ്പോഴും കട്ടിൽ പോലെയുള്ള നല്ല ലോഡ് വരുന്ന സാധനങ്ങൾക്ക് മറൈൻ പ്ലൈവുഡ് ആയിരിക്കും ബെസ്റ്റ്.